സാറേ, ഈ കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ലീഗാണ്. അതായത് ലീഗിനെ രാഷ്ട്രീയമായിട്ട് പോലും വിമർശിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, അതിൽ രാഷ്ട്രീയമായിട്ട് വിമർശിച്ചാൽ ലീഗിനെ വിമർശിക്കുന്നത് എന്തെന്നുള്ള രീതിയിലെ ചോദ്യങ്ങൾ, പറച്ചിലുകൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ അത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അല്ലയോ ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നത്? അതെ, ലീഗിന് കേരളത്തിൽ വല്ലാത്തൊരു അപ്രമാദിത്വം ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്കറിയാം. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലീഗ് അങ്ങ് കയറി അങ്ങ് വിളഞ്ഞു എന്ന് പറയാം. നമുക്ക് ഓർമ്മയില്ലേ, അഞ്ചാം മന്ത്രി അത് ഉണ്ടാക്കിയ വിവാദം അഞ്ചാം മന്ത്രി സ്ഥാനത്തിന് കീഴടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ വിചാരിച്ചു LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ലീഗിനെയൊക്കെ അകറ്റി നിർത്തുമെന്ന്. ഒന്നാം പിണറായി സർക്കാർ വന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. തുടർഭരണം വേണമെന്ന് പിണറായി ആഗ്രഹിച്ചു. അതിനുവേണ്ടി എന്ത് ചെയ്തു? മകളെ റിയാസിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അതിനോടൊപ്പം തന്നെ പതുക്കെ ലീഗുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയും ഈ ലീഗിന് ഏറെ പ്രശംസ കൊടുത്തു. എന്നിട്ട് LDFിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടത്തി. കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊക്കെ അതിന് വേണ്ട തരത്തിലുള്ള ചർച്ചയും നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ലീഗിനെ പ്രശംസിച്ചെന്ന് പറഞ്ഞാൽ ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് പാണക്കാട് കുടുംബം എടുത്ത നിലപാട് കൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലുള്ള അണികൾ അടങ്ങിയിരുന്നത്. അപ്പം മതനിരപേക്ഷതയുടെ വലിയ ആളാണ് പാണക്കാട് കുടുംബം എന്ന് വന്നു. ഇപ്പതാ സന്ദീപ് വാര്യർ UDFിലേക്ക് പോയി അവിടെ നിന്ന് നേരെ പാണക്കാട് എന്ന് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയുടെ ആളാണ് തങ്ങൾ. അതെ, അവരുടെ SDPIയുടെയും തനി ഗുണം കാണിക്കുന്നവരാണ്, അതേ സ്വഭാവം തന്നെ ഉള്ളവരാണ് മുസ്ലിം ലീഗ് തങ്ങളും വന്ന് തങ്ങളുടെ ഭാഗത്തൊന്നും പാടില്ലെന്നാണ്. അതെ, ഇത് തന്നെ വയനാട്ടിൽ പ്രസംഗിച്ചു. അതെ, ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും സ്വഭാവമാണ് 2047 മുസ്ലിം രാഷ്ട്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അതിന് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളും ഇതിന് പിന്തുണ കൊടുക്കുന്നു എന്ന്. അപ്പോൾ സംഘപരിവാറിന്റെ അതേ നയം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സുരേന്ദ്രനും ഇവിടെ ഒരു കാര്യത്തിനകത്ത് പിണറായിയുടെ അതേ ടോണിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ആരാണ് ഈ പാണക്കാട് കുടുംബം? ആരെ വേണേലും നമുക്ക് വിമർശിക്കാമല്ലോ. പാണക്കാട് കുടുംബത്തെ വിമർശിച്ചെന്നും പറഞ്ഞാണ് VD സതീശൻ രംഗത്ത് വന്നിരിക്കുന്നു. ഷാജി വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗിന്റെ. അപ്പൊ വളർത്തിയത് ആരാണ് ഇവരൊക്കെ? KM ഷാജിയുടെയൊക്കെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ തീർത്ത് കളയും എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് വലിയ കുഴപ്പത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇനി എന്തായാലും ലീഗ് ഇപ്പുറത്തോട്ട് വരില്ല എന്ന് പിണറായി വിജയന് നന്നായിട്ട് അറിയാം. പിന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ വോട്ട്, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ട് വേണ്ട തരത്തിൽ കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് ചെയ്തു? ലീഗിനെ നന്നായി പ്രീണിപ്പിച്ചത് കൊണ്ട് ഹൈന്ദവ വോട്ടുകൾ കൈവിട്ടു. ക്രൈസ്തവ വോട്ടുകളും പോയി. ഇതിനകത്ത് വലിയൊരു കാര്യം നമ്മൾ ഇപ്പം രാഷ്ട്രീയം പറയുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ പാർട്ടിക്കും ഓരോ ഐഡിയോളജി ഉണ്ട്. സാറി പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടി തന്നെയാണ്. അതായത് ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പാർട്ടി. നമ്മൾ പറയാതിരിക്കുന്ന വൃത്തിയൊന്നുമില്ല. അതായത് ഇന്ത്യ മഹാരാജ്യം 47 വിഭജിച്ചപ്പോൾ ജിന്നയുടെ ഭാഗമായിട്ട് നിന്ന മുസ്ലിം ലീഗാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ്. അന്ന് ഈ മുസ്ലിം ലീഗ് പോലും ജിന്നയുമായിട്ട് സംസാരിച്ചെന്നാണ് പറയുന്നത് കേരളത്തെയും കൂടെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് നിന്ന മുസ്ലിം ലീഗിനെ അന്ന് ഇന്ത്യയിലുടനീളം വെറുക്കപ്പെട്ട പാർട്ടിയായിട്ട് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 64 ആണോ എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ജയിച്ചപ്പോൾ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തി മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനാണ് UDF ശ്രമിച്ചത്. അന്ന് ഏറ്റവും അവസാനം മുസ്ലിം ലീഗിനെ ഒരു സ്പീക്കറെ കൊടുക്കുന്നതിന് പോലും മുസ്ലിം ലീഗിനകത്തുനിന്ന് രാജിവെച്ചിട്ട് വന്നതിനകത്ത് സ്പീക്കർ. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ വിരുദ്ധ പാർട്ടിയാണെന്ന് ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങൾ മൊത്തം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടി ഇപ്പം വലിയ മതേതര ജനാധിപത്യ സംവിധാനത്തിൻ്റെ പാർട്ടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. മനസ്സിലായില്ല? ഈ ഒരു പാർട്ടിയെ ഇപ്പോൾ സാറ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല ഐഡിയോളജി. ആ പാർട്ടിക്ക് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മതപ്പാർട്ടിയാണ്. അവരുടെ നിയന്ത്രണത്തിൽ ആ മതത്തെ വളർത്തിയെടുത്തു. അവരുടെ നിയന്ത്രണത്തിൽ ആ മതം നിൽക്കുന്നതുകൊണ്ടും ആ മതവിഭാഗം ഏതാണ്ട് 30% ഈ കേരളത്തിലുള്ളതുകൊണ്ടും ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അവരാണ്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പുറകിലേക്ക് പോകാൻ ശ്രമിക്കുന്നു.
UDF-ന്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ UDF-ന്റെ കയ്യിലിരുന്ന ഈ സംവിധാനം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംവിധാനം UDF-ന്റെ കയ്യിലിരിക്കുന്നു, അല്ലെങ്കിൽ അവർ UDF എന്ന് പറയുന്ന ഒരു സംവിധാനമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിനകത്തു നിന്ന് ഇപ്പം പിണറായി വിജയൻ ഐഡിയോളജി വിട്ട് കളിക്കാൻ പോയത് കൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ അബദ്ധം പറ്റുന്നതും ഇപ്പം പുറേ നിറയെ സംസാരിക്കേണ്ടി വന്നത്. കാരണം CPM എന്ന് പറയുന്ന ഒരു ഐഡിയോളജി എന്തോ അവിടെ ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഉണ്ട്. ആ പ്രത്യയശാസ്ത്രം കൊണ്ട് ഹിന്ദുക്കൾക്കകത്തും ക്രിസ്ത്യാനികൾക്കകത്തും മുസ്ലിങ്ങൾക്കകത്തും ആ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചുള്ള ആൾക്കാരെ ഉരുത്തിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണല്ലോ ആ പ്രത്യയശാസ്ത്രം ഒരു പരിധി വരെ ഇവിടുത്തെ ജന്മികളുടെ കൂടെ നിൽക്കാതെ സാധാരണക്കാരൻ്റെ ആയിട്ടുള്ള ഹിന്ദുക്കളുടെ കൂടെ നിന്നുണ്ടാകുമ്പോൾ ആ പാർട്ടിയുടെ കൂടെ ഹിന്ദു എടുത്തത്. ഇതേപോലെ തന്നെ മുസ്ലിമിനകത്ത് നിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെയും അനീതിക്കെതിരെയും അതിനകത്തെ ജന്മിത്വത്തിനെതിരെയും അതിനകത്തോട്ട് ഇറങ്ങി പ്രവർത്തിച്ച് ആ പ്രവർത്തനം അതിനകത്തെ തിരുത്തേണ്ടത് എന്താണെന്ന് അവിടുത്തെ സാധാരണക്കാരനെ മനസ്സിലാക്കി തിരുത്തുന്നതിന് പകരം ആ ജന്മിത്വത്തെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനകത്ത് ഇപ്പം നിൽക്കുന്ന ജന്മിത്വത്തെ അതോട് വാങ്ങി ഇപ്പുറത്തോട്ട് വെക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത്. അതുകൊണ്ട് എന്ത് പറ്റി? ഇതിനകത്ത് ഐഡിയോളജി അനുസരിച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അകന്നു പോകുന്ന രീതിയിലേക്ക് മാറി. ഇത് നേരത്തെ EMS മുസ്ലിം ലീഗിനെ എന്ന് പറഞ്ഞാൽ EMS അറിയാം ഈ പാർട്ടി ഹിന്ദു പാർട്ടിയാണ്. ഇതിന്റെ ഐഡിയോളജിയിൽ കൂടുതൽ ആൾക്കാരും സാധാരണക്കാരും അടിസ്ഥാന വർഗവും ഹിന്ദുവാ, അല്ലെങ്കിൽ ഈ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ഈഴവൻ ഹിന്ദുവാ. അവനെ നോവിക്കുന്ന രീതിയിലേക്കും അവനെ മറികടക്കുന്ന രീതിയിലേക്കും ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ അവൻ നിൽക്കത്തില്ല. അപ്പോൾ അതിനെ മുറുകെ പിടിച്ചിരുന്നു. അത് ഇപ്പോൾ ഇദ്ദേഹത്തിന് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ കയ്യിലിരിക്കുന്നതെല്ലാം അവിടെ ഇരിക്കും. അത് രാഷ്ട്രീയത്തിനകത്ത് എത്ര പരിചയമുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന് അബദ്ധം ആണ്. കുഞ്ഞാലിക്കുട്ടിയായിട്ട് പുള്ളിക്ക് ഒരു ബന്ധമുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് വരണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ KM ഷാജി MK മുനീറും ഇല്ല, അത് വേറെ ഗ്രൂപ്പ് അതിനകത്തെ ഗ്രൂപ്പ് വേറെ. മുനീറിന്റെ ഭാഗം നിൽക്കുന്ന ആളായി KM ഷാജി ഒക്കെ. അപ്പൊ അവരുടെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം തങ്ങളെ അവരുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി ഈ പുതിയ തങ്ങൾ വന്നപ്പോൾ അവർക്ക് സാധിച്ചു. ഒരു കാര്യം ഓർക്കണം, ഇപ്പം MV രാഘവനെ പുറത്താക്കിയത് അതെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു തിരുത്തലിനകത്ത് അത് ശരിയല്ലെന്ന് കണ്ടാണല്ലോ അദ്ദേഹത്തെ പുറത്താക്കുന്നത്. അങ്ങനെ പൊക്കോണ്ടിരുന്ന പാർട്ടിയും ആ ഐഡിയോളജിയുള്ള പാർട്ടിയും എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നിരുന്ന CPM ഇപ്പൊ പറ്റിയേക്കുന്നത് സാറി പറഞ്ഞു. ഞാൻ ഈ ഐഡിയോളജിയുടെ കാര്യം പറഞ്ഞോണ്ട് അതിന്റെ ഐഡിയോളജി മതം, ഇതിന്റെ ഐഡിയോളജി വേറെ, കോൺഗ്രസ് ഐഡിയോളജി വേറെ. ഈ ഐഡിയോളജിയിൽ നിന്ന് മാറി രീതിയിലേക്ക് പോകുന്നു. അപ്പം ഈ രണ്ട് പാർട്ടിയും കോൺഗ്രസിന്റെ ഐഡിയോളജി സംരക്ഷിക്കാൻ കോൺഗ്രസിനും കഴിഞ്ഞില്ല, CPM-ന്റെ ഐഡിയോളജി സംരക്ഷിക്കാൻ CPM-നും കഴിഞ്ഞില്ല. പക്ഷേ മതപാർട്ടി എന്നുള്ള രീതിയിൽ അവരുടെ ഐഡിയോളജിയും ഇന്ത്യ വിരുദ്ധതയും അതേ രീതിയിൽ പകർന്നു കൊടുക്കുന്നതിനും അത് അതേ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിനും അവരുടെ വോട്ട് നിർത്തുന്നതിനും സാധിച്ചു. അതുകൊണ്ട് ഇവരിപ്പോൾ അവരാണ് ശക്തം. UDF-നകത്ത് UDF ഇല്ല. അവർ പറയുന്നത് പോലെ UDF-നകത്ത് കേരളത്തിൽ നടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പിണറായി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാമോ, ലീഗ് പ്രതിരോധിക്കാൻ നോക്കുന്നത്, അതായത് ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമായിട്ട് CPM-ന് മുമ്പ് ഉണ്ടായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് സംഘടനകളുമായിട്ട് കൂടുതൽ കാലം പിന്തുണ തേടി നടന്നിരുന്നത് CPM ആണ്. അത് പുറത്ത് കൊണ്ടുവരാനും ഇപ്പം ഒന്നുമില്ല സാർ. ഇതിനകത്ത് നമുക്ക് രാഷ്ട്രീയക്കാർക്ക് സാറിനെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലായി. ജമാഅത്ത് ഇസ്ലാമിയും SDP-യും ഒക്കെ മുസ്ലിം ലീഗ് ആണല്ലോ ഞാൻ ഈ പറഞ്ഞ പോലെ മതപാർട്ടി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇന്ത്യ വിരുദ്ധ പാർട്ടിയായിരുന്നു. അത് ഇവിടെ വന്നെങ്കിൽ ഇവരെല്ലാം കൂടെ പറഞ്ഞു മതേതരത്വ പാർട്ടിയായി. ഇച്ചിരി മുമ്പ് സാറ് പറഞ്ഞ പോലെ പാണക്കാട് തങ്ങൾ അന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇന്ത്യ മൊത്തം കത്തിച്ചേന്. പിന്നെ ഇന്ത്യ മഹാരാജ് ഞങ്ങൾക്ക് കത്തിക്കാൻ പറ്റുമല്ലോ, അത്ര ശ്രീലങ്ക പോലെ അല്ലെങ്കിൽ മ്യാൻമർ പോലെയുള്ള അങ്ങനൊന്നുമല്ല. ഇവർ ഇന്ത്യ വിഭജനത്തിന് വേണ്ടി നിന്നതും ലോകത്ത് അവിടുത്തെ കൊടി കണ്ടതുകൊണ്ട് ഒരു പ്രാവശ്യം മൊത്തം സീറ്റും പോയെന്ന് ഈ രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിച്ച് മുസ്ലിം ലീഗിന്റെ കൊടി കാണിച്ചുകൊണ്ട് ഇന്ത്യ മൊത്തവും ആ കൊടി പാകിസ്ഥാന്റെ കൊടിയാന്ന് പറഞ്ഞുകൊണ്ട് BJP പ്രധാനം നടത്തിയപ്പോൾ അതിന്റെ ഗുണം ചെയ്താ. അതായത് ഈ പ്രാവശ്യം കൊടി മാറ്റുക. അതേ രീതിയിൽ ഇന്ത്യ എപ്പോഴും വെറുക്കപ്പെടുന്ന പാർട്ടിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം അതിനപ്പുറം മതപാർട്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഐഡിയോളജി ഒന്നും അല്ല ഇവിടെ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDP-ഐ UDF-ന് പിന്തുണ കൊടുക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞു. UDF-നെ പിന്തുണ അത് പരസ്യമായിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടും അവരതൊക്കെ ചെയ്ത്. ഇപ്രാവശ്യം ഈ പാലക്കാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്തോ, SDP-യുടെ പിന്തുണ UDF-ന് അല്ലെന്ന് പറയുക. UDF-ന് അല്ലെന്ന് പറയുമ്പോൾ എന്തോ ഉണ്ടാവും, UDF-ന് അനുകൂലമായിട്ട് ഹിന്ദു ധ്രുവീകരണം ഉണ്ടെങ്കിൽ അത് സംഭവിച്ചോട്ടെ, ഞങ്ങൾ രഹസ്യമായിട്ട് വോട്ട് ചെയ്തേക്കാം, മറ്റിടത്തോട്ട് ഹിന്ദു ധ്രുവീകരണം ഉണ്ടാവണ്ട, CPM-ന് ഹിന്ദു ധ്രുവീകരണം ഉണ്ടാവണ്ട, ഞങ്ങൾ CPM-ന് വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ ഹിന്ദുക്കൾക്ക് വെറുപ്പല്ലേ? വെറുത്ത പാർട്ടിയാണല്ലോ PFI-യും SDP-യും. അപ്പൊ അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാണ്ട് ഇവിടെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ജയിക്കണമല്ലോ, ജയിക്കാൻ സാധ്യതയുള്ളത് UDF ആണെന്നല്ല അവരുടെ വിചാരം. രണ്ട് സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി UDF ആണ്. അപ്പം ഇവർക്ക് രഹസ്യമായിട്ട് കൊടുക്കാം, പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുന്നില്ലെന്ന് കണ്ടുകൊണ്ട് ഹിന്ദുവിന്റെ വോട്ട് കുറയാതിരിക്കുകയും ചെയ്യും, രഹസ്യമായിട്ട് ഈ വോട്ട് കിട്ടുകയും ചെയ്യാം. ഞാനീ പറഞ്ഞത് മുസ്ലിം ലീഗ് ഈ പാർട്ടി പറയുന്ന SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ മുസ്ലിം ലീഗിന്റെ കീഴിൽ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അതിനെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടി CPM
CPM ശ്രമിച്ചു. അന്ന് തൊട്ട് അത് വർഗീയ പാർട്ടി ആയത്. ഇത് ജമാഅത്തെ ഇസ്ലാമി SDPI-യുമാണ് ലീഗിനെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും ഇത് പണ്ടും അതായിരുന്നു. അതിനകത്തൊന്നും CPM ഇതിനകത്ത് നമ്മൾ വേറൊരു കാര്യമുണ്ട്. ഈ സന്ദീപ് വാര്യർ ഇപ്പൊ കോൺഗ്രസിലേക്ക് വന്നു, ശരി, BJP-യുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല, ഇഷ്ടമുള്ള പാർട്ടിയിൽ പോകുന്നു, അതിന് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഉടനെ ഈ കെട്ടി എഴുന്നള്ളിച്ച് പാണക്കാട്ട് കുടുംബത്തിൽ കൊണ്ടുപോകണമെന്ന് എന്താ നിർബന്ധം? കെട്ടി എഴുന്നള്ളിച്ച് പോയതല്ല, അയാൾക്ക് മനസ്സിലായി പാണക്കാട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാലേ UDF-നകത്ത് നിൽക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ, അവരെ കണ്ടിട്ടേ കാര്യമുള്ളൂ, അവരാണ് ഇത് നയിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അടി കയറി അങ്ങോട്ട് പോയി, അത്രേ ഉള്ളൂ. ഞാനീ പറഞ്ഞത് ഇതിനകത്ത് കൂടുതൽ കാര്യമൊന്നുമില്ല. ഇപ്പം കോൺഗ്രസ് പറയുന്നു അവരുമായിട്ട് ബാന്ധവം ഉണ്ടായിരുന്നു, അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇപ്പം അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി SDPI-യും ഒക്കെ മുസ്ലിം വോട്ടുകൾ ഒരു 4-5% അതിനകത്തുനിന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഒരിക്കലും പരാജയപ്പെടാതെ മുന്നോട്ട് പോകാൻ ധരിച്ച CPM അവരെ പൊക്കിയെടുക്കാൻ നോക്കി. അതിനാ ജലീലിനെ കൊണ്ടുവന്നേ, അതിനെ അൻവറിനെ കൊണ്ടുവന്നേ. പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാം ജലീലിനെ നിയന്ത്രിച്ചു, അൻവറിനെ നിയന്ത്രിച്ചു. പൊളിറ്റിക്കൽ ഇസ്ലാം ഒന്നുകൂടെ പറയണം. പൊളിറ്റിക്കൽ ഇസ്ലാം ജലീലിനെ നിയന്ത്രിച്ചു, അൻവറിനെ നിയന്ത്രിക്കുന്നു. ആ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഇപ്പം നമുക്ക് ഉറക്കെ പറയാൻ പറ്റുന്ന മുസ്ലിം ലീഗ്. ഇപ്പം മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം ഒന്നിച്ചാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ഒന്നിച്ചാകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും SDPI-യും എല്ലാം ഒന്നാണ്. അത് തന്നെ കോൺഗ്രസും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി. സന്ദീപ് വാര്യർ കോൺഗ്രസിന് ഒരു വലിയ വില ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. കോൺഗ്രസിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞ പോലെ മുന്തിരിയാന്ന് പറഞ്ഞുകൊണ്ട് ആട്ടുംകാട്ടം ചോദിച്ചുകൊണ്ട് പോയി. അതെ, കോൺഗ്രസിന് ഇത് ഇല്ല. നമ്മളൊരു സിനിമയ്ക്കകത്തൊരു ജഗതി ഒരു തലയും കൊണ്ട് നടക്കുന്നില്ല, മാൻഡ്രാക്കോ. അതെ, താത്തു വെക്കാനും പറ്റത്തില്ല, കൈ വെക്കാനും പറ്റത്തില്ല. ഇത് അപകടമായി പറയുന്നത്. നാളത്തെ ഒരു ദിവസത്തോടെ കഴിയുമ്പോൾ സന്ദീപ് വാര്യർ ചണ്ടിയാണ്. അപ്പൊ അതേതായാലും പാലക്കാട് പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇപ്പം ഈ ലീഗ് കേരള രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നിയന്ത്രിക്കുന്ന, പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണെന്ന് ഉടനീളം ചർച്ച നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ മുസ്ലിം ലീഗാണ്. ഒരു പക്ഷേ ഇന്ത്യയിലും അതാവുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ കൃത്യമായിട്ട് ജയിക്കാൻ പറ്റുന്ന സീറ്റ് തേടി കേരളത്തിൽ ദേശീയ നേതാക്കൾ വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.